ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സീലസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് സാധാരണത്തെ പോലെ ഞാനൊരു റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടോ ഒന്നുമല്ല വന്നിട്ടുള്ളത്. ഇന്ന് എന്നത്തിൽ നിന്ന് വിപരീതമായിട്ട് ഞാനൊരു ചെറിയൊരു ട്രിപ്പിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൂന്നാറിലോട്ടോ ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്കാൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഫാമിലിൻ്റെയും കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ട്രിപ്പ് പോണത്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകാറുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ഇതുപോലെ ട്രിപ്പ് പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഞാനും മോളും ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ വീട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിലാണ് കേട്ടോ. അവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്കയും ഫ്രണ്ട്സും ഞങ്ങൾ അവിടെ വന്ന് പിക്ക് ചെയ്യായിരുന്നു. നമ്മൾ മലപ്പുറം കോട്ടക്കലിന് തൃശ്ശൂർ വഴിയാണ് മൂന്നാറിലോട്ട് പോകാൻ പോകുന്നത്. നിങ്ങൾ കാണുന്നത് തൃശ്ശൂർ പുതിയ പാലം, പുഴയ്ക്കൽ പുതിയ പാലമാണ്. 1 ഇയർ മുമ്പ് ആണ് ഇതിൻ്റെ ഇനാഗ്രേഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമുക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലേസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. നമ്മളപ്പോൾ ഏകദേശം ഇടുക്കിയോട് അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പ്ലേസ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം ഒരു മലമ്പ്രദേശത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മളിനി അടുത്തതായിട്ട് നമുക്ക് വരാനുള്ളൊരു ടൗൺ എന്ന് പറയുന്നത് നേര്യമംഗലം ടൗണാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നേര്യമംഗലം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നേര്യമംഗലം എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും ബോർഡറിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റും. നല്ല മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്ന മലനിരകളൊക്കെ നമുക്ക് ഈ നേര്യമംഗലം സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കടന്നു പോകാനുള്ളത് നേര്യമംഗലം പാലത്തിലൂടെയാണ്. നമ്മുടെ കുറ്റിപ്പുറം പാലത്തിന് ആ ഒരു സെയിം ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഈ നേര്യമംഗലം പാലം വരുന്നത്. ഇനി നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് അടിമാലി ചീയപ്പാറ വാട്ടർഫാൾസ് ആണ്. അത് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ റോഡ് സൈഡിലായിട്ടാണ് ഈ വാട്ടർഫാൾസ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് രസകരമായ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ബുറേവി ചുഴലിക്കാറ്റിൻ്റെയൊക്കെ ആ ഒരു സമയത്താണെങ്കിൽ പോലും ഇവിടെ ഒന്നും അല്പം പോലും മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. കുറച്ചും കൂടെയൊക്കെ മഴയുള്ള ടൈമിലാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ. ഒത്തിരി സഞ്ചാരികളെ നിങ്ങൾക്കിവിടെ കാണാം. സഞ്ചാരികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. പിന്നെ നമുക്കിവിടെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റുകൾ നമുക്കവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ തന്നെ കാണാൻ കഴിയുന്നത് ചോക്ലേറ്റുകളുടെ ഫാക്ടറികൾ, അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഷോപ്പുകളാണ്. മുകളിൽ നിന്ന് വരുന്ന ഈ വെള്ള റോഡിൻ്റെ അടിയിലൂടെ താഴോട്ടൊരു സ്റ്റെപ്പ് വഴി താഴോട്ട് അങ്ങനെ വനപ്രദേശത്തോട്ട് ഒഴുകി പോകാനുള്ളത്. നമുക്ക് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. പിന്നെ അപ്പോൾ ഇതുവഴി മൂന്നാറിലേക്ക് വരുന്നവരാരും മിസ് ചെയ്യരുത്, ഇറങ്ങി കാണാൻ നല്ല ഭംഗിയാണ്. പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുതെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്കിതിൽ കാണാം. സഞ്ചാരികൾ വലിച്ചെറിഞ്ഞിട്ടുള്ളതാണ്.
ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ചോക്ലേറ്റുകളുടെ വിൽപ്പന. വെറൈറ്റി ഐറ്റം ചോക്ലേറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തണുപ്പനായിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ, അതുപോലെ തൊപ്പികൾ, അതൊക്കെ നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാനുള്ളത് ഇതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലയോര പ്രദേശങ്ങളാണ്. രണ്ട് സൈഡിലും നമുക്ക് കാണാനുള്ളത്. വളരെ ഭംഗിയാണ്. നമ്മളിത് ഫോണിലൂടെ ക്യാമറയിലൂടെ ഒക്കെ കാണുന്നതിനേക്കാൾ ഒത്തിരി ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കൊക്കോ ചെടികൾ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകുന്നതിന് പകരം ഇവിടെ കൂടുതലായിട്ട് എല്ലാ വീടുകളിലും കാണുന്ന ഒന്നാണ് കൊക്കോ മരം. ഈ കൊക്കോ പഴത്തിനുള്ളിലുള്ള കുരു ഉണക്കി പൊടിച്ചിട്ട് കിട്ടുന്നതാണ് കൊക്കോ പൗഡർ. അത് വെച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റുകൾ ഉണ്ടാക്കുന്നത്. ഈ ഭാഗത്ത് കാണുന്ന ഒട്ടുമിക്ക ഷോപ്പുകളിലും നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. വെറൈറ്റി ഐറ്റംസിലുള്ള ചോക്ലേറ്റുകൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഏകദേശം മൂന്നാറിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നല്ല തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ നമുക്കറിയാം നല്ല ചൂടാണ് ഈ സമയത്ത്. ഇപ്പോൾ നമ്മൾ നല്ല ഉച്ചയോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. നമ്മളിനി മൂന്നാറിലോട്ടാണ് പോകാൻ പോകുന്നത്. മലയോര കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിൽ വലിയൊരു മല ഉണ്ട് കേട്ടോ. അത് ശരിക്കും ഫോണിൽ എനിക്ക് ശരിക്കും കിട്ടിയിട്ടില്ല. ഇതാ ഇപ്പോൾ നല്ല തണുപ്പുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റും നല്ല ഫോഗുണ്ട്. നല്ലൊരു ഫോഗി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫോണിൽ കാണുന്നതിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ശരിക്കും അങ്ങോട്ടുള്ളൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഞങ്ങൾ ഇറങ്ങാൻ പറ്റിയ നല്ലൊരു പ്ലേസ് കിട്ടിയപ്പോൾ ഇറങ്ങി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. നല്ല ചുറ്റും നല്ല കോടമഞ്ഞ് മൂടി കിടക്കുന്ന നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. താഴെയുള്ള റോഡുകളൊന്നും ശരിക്കും കാണുന്നില്ല, ചെറുതായിട്ടൊന്നും ഇങ്ങനെ കാണുന്നുള്ളൂ. താഴേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റോഡുകളൊന്നും ശരിയായ രീതിയിൽ കാണുന്നില്ല. ആകെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് മാത്രം താഴത്തെ റോഡ് മാത്രം ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്, പിന്നെ ഒന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മൂന്നാർ ടൗണിലാണ്. ഇവിടെ നിന്ന് നമുക്കിനി പോകാനുള്ളത്
ഇരവികുളം നാഷണൽ പാർക്കിലോട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനായിട്ടുള്ളത് ആനമുടി എന്ന് പറഞ്ഞിട്ടുള്ള കൊടുമുടിയാണ്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. അതുപോലെ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിൽ കാണാനുള്ളത് വരയാടുകളെയാണ്, നീലഗിരി, നീലക്കുറിഞ്ഞികൾ, അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാനായിട്ടുള്ളത്. പക്ഷേ ഈ യാത്രയിൽ സത്യത്തിൽ ഞങ്ങൾക്ക് അവിടെ പോകാൻ അവിടെ പോയി എന്നല്ലാതെ ഞങ്ങൾക്ക് നാഷണൽ പാർക്കിലോട്ട് പോകാനോ കഴിഞ്ഞില്ല. നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് ബസ്സിൽ വേണം യാത്ര തിരിക്കാനായിട്ട്. ഞങ്ങളവിടെ ചെന്നിറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ, അവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഈ പാർക്കിംഗ് സെക്ഷനിൽ പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ ടിക്കറ്റ് എടുത്ത് അവരുടെ ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ നാഷണൽ പാർക്കിലോട്ട് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങിയ സമയം ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു. നല്ല തണുപ്പുള്ള സമയമാണ്, കൂടെ മഴയും കൂടെ ആയപ്പോൾ ഭയങ്കര തണുപ്പ്, നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കൂടുതലും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രത്തോളം തണുപ്പ് ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയില്ല. അങ്ങനെ ആ സമയത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ തണുപ്പ് വല്ലാണ്ട് തണുപ്പായത് കാരണം മുകളിലോട്ട് പോകും തോറും തണുപ്പ് കൂടുക എന്നതിനോട് കൂടി ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ ആ യാത്ര വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഇതുപോലത്തെ ബസ്സിലാണ് അവർ നമ്മളെ അങ്ങോട്ട് നാഷണൽ പാർക്കിലോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് യാത്രക്കാർ ബസ്സിൽ തികയുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത കണ്ടപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാമായിരുന്നു. ഇവിടെ റീഫണ്ട് ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തന്നു. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു, കാരണം കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് സഹിക്കാൻ കഴിയാത്തത് കാരണം. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഉച്ച സമയമൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നവമിഥുനങ്ങൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് സമയം നിർത്തിയുള്ളൂ, അവിടെ പാർക്കിംഗ് ഇല്ല. പിന്നെ ഞങ്ങൾ പോയ സ്ഥലത്ത് അധിക സ്ഥലത്തും നമുക്ക് തേയിലത്തോട്ടത്തിലേക്ക് പ്രവേശനമില്ല, വേലിയൊക്കെ കെട്ടി തിരിച്ചത് കാരണം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നിർത്തിയപ്പോൾ അധിക സമയം നിർത്താൻ കഴിഞ്ഞിട്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പോരേണ്ടി വന്നു. അവിടെ അങ്ങനെ പാർക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞ കാരണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു. ഇവിടെ ഒത്തിരി വലിയ വലിയ കമ്പനികളുടെ തേയില എസ്റ്റേറ്റുകളാണുള്ളത്. നമ്മുടെ കണ്ണൻ ദേവൻ, അതുപോലെ റിപ്പിൾ ടീ പോലുള്ള. അപ്പോൾ അവർക്കൊന്നും നമുക്ക് പ്രവേശനമില്ല, ഫുള്ള് നമ്മൾ വേലി കെട്ടിയിട്ടുണ്ട്. നമ്മൾ പെർമിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അതിന് ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വേലിയൊന്നും ഇല്ലാത്ത ഒരു ഇത് കണ്ടപ്പോൾ, തേയിലത്തോട്ടം കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി എന്നുള്ളൂ. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് പോവുകയാണ്.
ഏകദേശം 3:30 മണിയായിട്ടുണ്ട്. നമ്മളിവിടെ എത്തി ഇത്ര ടൈമായിട്ടും നമുക്ക് വെയിൽ കൊണ്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ ഇത്തിരിയെങ്കിലും ഒന്ന് വെയിൽ വെട്ടം കാണുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നട്ടുച്ചയൊക്കെ നമ്മൾ പുറത്തിറങ്ങി നിന്ന് കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അത്രയ്ക്കും വെയിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യനെ നേരിട്ട് നോക്കിയാലും സൂര്യനെ കാണാനേ ഇല്ല. പിന്നെ നമ്മളിനി കാണുമ്പോൾ തന്നെ നോക്കിയാലും ഒരു പ്രശ്നമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. തീരെ ചൂടുമില്ല. ഇവിടെ മുഴുവൻ നമുക്ക് പ്രകൃതിയാണ് ഇടുക്കിയിൽ വന്നാൽ കാണാനായിട്ടുള്ളത്. അധികം ഈ ഭാഗത്തിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് മുഴുവനായിട്ടും ചുറ്റും തേയിലത്തോട്ടങ്ങൾ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഡാം. നമ്മളിതിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങി കാണണമെന്നൊന്നുമില്ല. ഏതെങ്കിലും നമുക്ക് ഇറങ്ങി കാണാൻ പറ്റുന്നൊരു ഭാഗത്ത് ഇറങ്ങി കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. കാരണം കൊറോണയൊക്കെ ഉള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് കാരണം ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കാഴ്ചക്കാരായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങാതെ അതിൻ്റെ ഒരു സൈഡിൽ പോയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ല ആ മലൻ്റെ അവിടെ ആ മഞ്ഞിങ്ങനെ പുറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടെ വഴിയോര കച്ചവടക്കാരും അതുപോലെ യാത്രക്കാരും ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ ഇറങ്ങി ഒന്നും വാങ്ങിച്ചതൊന്നുമില്ല ഈ ഒരു സമയമായത് കാരണം. ഞങ്ങളൊരു സൈഡിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നീട് ഞങ്ങൾ പോയത് എക്കോ പോയിൻറ്റിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂവി കഴിയുക അതുപോലെ എന്തെങ്കിലും ഒച്ചത്തിൽ വിളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ അതിൻ്റെ ഒരു എക്കോ വരും. അതാണ് ഇവിടുത്തെ ഒരു എക്കോ പോയിൻറ്റിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ വെള്ളം നല്ല പച്ച കളറിലാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇക്കയും ഫ്രണ്ട്സൊക്കെ ഒന്ന് കൂവാനുള്ള ശ്രമത്തിലാണ്. പരീക്ഷിച്ച് നോക്കാമല്ലോ എക്കോ വരുമോ എന്നുള്ള കാര്യത്തിൽ. കൂവുന്ന സമയത്ത് നമുക്ക് എക്കോ നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നു. നല്ല സൗണ്ടിലല്ല, പക്ഷെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഒരാൾ കൂവുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഫോണിൽ നമ്മൾക്ക് ആ സൗണ്ട് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരനൊരു സിഗ്സാക്ക് കൂവൽ പരീക്ഷിക്കാൻ പോവുകയാണ്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. നേരിട്ട് ആ കൂവലിൻ്റെ എക്കോ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഫോണിൽ അതിൻ്റെ സൗണ്ടൊന്നും കേൾക്കാനില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഒരുപാട് ലേറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ നേരത്തെ പോകുന്ന കാരണം. പിന്നെ ഇതിപ്പോൾ രാവിലത്തെ കഴിച്ചിരുന്നു കേട്ടോ. മോളൊക്കെ നല്ല ഉറക്കമാണ്, എഴുന്നേറ്റിട്ടില്ല. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. നല്ല തണുത്ത വെള്ളമുണ്ട്, ചൂടുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് കുളിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. തണുത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് വാട്ടറിന് നല്ല തണുപ്പുണ്ട്. പിന്നെ ചൂടുള്ള വെള്ളം ചൂടായി വരാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല. ഒരു ഇളം ചൂടിലങ്ങ് കുളിച്ചു. ഇതാണ് കേട്ടോ രാവിലെ ഹോട്ടലിൻ്റെ പുറത്തുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. പുതപ്പിട്ട് മൂടിയിട്ടൊന്നും ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല, നല്ല തണുപ്പുണ്ട്. ഇവിടെ റൂമിലൊന്നും ഫാനൊന്നും ഇല്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്കും തണുപ്പാണ്. നമ്മൾ നിലത്തൊന്നും ചവിട്ടാൻ പറ്റാത്ത തരത്തിൽ തണുപ്പാണ്. രാത്രിയിൽ ഞാൻ റൂമിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് ക്ഷീണമുണ്ട്. കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഞങ്ങൾ വൈകുന്നേരം ഒരുപാട് അലഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നല്ല സ്ഥലത്തിന് വേണ്ടിയിട്ട്. ഹോം സ്റ്റേകളിലൊന്നും ചിലയിടത്തൊന്നും നമുക്ക് പറ്റിയ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തത് കാരണമാണ് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലിക്കും കൂടെ 3 റൂമായിട്ടാണ് എടുത്തത്. കുഴപ്പമില്ല, നല്ല ബജറ്റിൽ നമുക്ക് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു രാത്രിക്ക് വേണ്ടിയിട്ടല്ലേ.
പിന്നെ ഇന്ന് നമ്മൾ മൂന്നാർ വിടാൻ പോവാണ്. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നതായിട്ട്. കുഴപ്പമില്ല, നല്ല ഹോട്ടലാണ്. സുജാത എന്നാണ് ഇതിൻ്റെ പേര് വെച്ചിട്ടുള്ളത്. പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു അരുവിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇനി കുറച്ച് നമ്മളിപ്പോൾ തന്നെ ഇറങ്ങുന്നില്ല, മോളും ഇക്കൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞാനേതായാലും റെഡി ആയിട്ടുണ്ട്. റൂമിൻ്റെ ഗ്ലാസ്സിലൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. മഞ്ഞ് മൂടിയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഒരു ഫോഗി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് മോളൊക്കെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഏതായാലും ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ പുറത്തത്തെ മഞ്ഞൊക്കെ പോയി നല്ല തെളിച്ചം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മോള് റെഡി ആവുകയാണ്. മോൾക്ക് വിശക്കാന്ന് കരുതി ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഞാനത് പൊട്ടിച്ച് കൊടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് അത് ആകെ ബെഡിലൊക്കെ നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഹോട്ടലിൻ്റെ മുന്നിൽ നല്ല അടിപൊളി പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ മൂന്നാർ വിട്ട് പോവുകയാണ്. അപ്പോൾ മൂന്നാറിലോട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ജനുവരി ഫെബ്രുവരി അതിന് ശേഷം വരികയാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത്. ഞങ്ങളിപ്പോൾ ഈ ഡിസംബറിൽ വന്ന കാരണം കൊണ്ട് നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായ കാരണം ഞങ്ങൾ നാഷണൽ പാർക്കിലൊന്നും പോകാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ തണുപ്പ് കുറഞ്ഞ സമയത്ത് വരാവും നല്ലത്. പിന്നെ വേനലിൽ വരുന്ന സമയത്ത് നമുക്ക് വെള്ളച്ചാട്ടം കാര്യങ്ങളും കാണാൻ കഴിയുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇത്തരം ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ കുട്ടികളും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കുറഞ്ഞ സമയത്ത് വരികയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഹണിമൂൺ ട്രിപ്പൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഈ ടൈം നല്ലതായിരിക്കും. ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ചോക്ലേറ്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം ഏതായാലും തിരിച്ചു പോകുന്ന ഈ സമയത്ത് ഞങ്ങളൊരു ചോക്ലേറ്റ് ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇവിടെ നല്ല വെറൈറ്റി ടൈപ്പിലുള്ള ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആയാലും വൈറ്റ് ചോക്ലേറ്റ് ആയാലും പല ഫ്ലേവറിലുള്ളത്, അതിൻ്റെ ഉള്ളിലൊക്കെ പല ഫ്ലേവറിലുള്ള ജെല്ലുകളൊക്കെയുള്ള ചോക്ലേറ്റുകൾ, അതുപോലെ പല റേറ്റിലുള്ള ചോക്ലേറ്റ്സ്, അതുപോലെ സ്വീറ്റ്സ്, മിഠായികൾ, പല ഫ്ലേവറിലുള്ള മിഠായികൾ അവൈലബിൾ ആണ്. നട്ട്സ് ആണെങ്കിലും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒത്തിരി വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്നത് നെല്ലിക്കയാണ് കേട്ടോ, മധുരം ഉണ്ടത്. തേനിലിട്ട് തന്നെ ഉണക്കിയതാണോ എന്ന് അറിയത്തില്ല. ഇത് മാങ്ങയാണ്, പഴുത്ത മാങ്ങ ഉണക്കിയതാണ്. അതുപോലെ ഇവിടെ നമ്മുടെ കിവി ഉണ്ട്, ഡ്രൈ ഫ്രൂട്ടിൽ കിവി വരുന്നുണ്ട്. അത് പല കളറിൽ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഐറ്റം ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ പല നിറത്തിലുള്ള തേൻ മിഠായികൾ, പിന്നെ മറ്റ് സ്വീറ്റ്സ്, ഡ്രിങ്ക്സുകളുണ്ട്. പിന്നെ ഇവരുടെ ചോക്ലേറ്റ്സ്, അതുതന്നെ പല ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ബോക്സുകൾ തന്നെ
ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക റേറ്റിലായിട്ട്. പിന്നെ ഇവിടെ ഹലുവകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ പോലെ ഹലുവകളുടെ വ്യത്യസ്തൊരു വെറൈറ്റി ടൈപ്പ് ഇതൊന്നും കാണാനില്ല. പിന്നെ ഇവിടെ കൂടുതലും ചോക്ലേറ്റ് തന്നെയാണ് വെറൈറ്റീസ് ഉള്ളത്. പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റ്സ് പല റേറ്റാണ്. 200-250 രൂപയൊക്കെയാണ് 100 ഗ്രാമിന് വരുന്നത്. ഈ ഒരു ചോക്ലേറ്റിന് 300 രൂപയാണ് 100 ഗ്രാമിന്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. അവിടെ നിന്നുള്ളൊരു കാഴ്ചയുണ്ടത്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്, നേരിട്ട് കാണാൻ എല്ലാവരുടെ ഭംഗിയാണ്. പിന്നെ അവിടെ അതിൻ്റെ മുന്നിലുള്ളൊരു മല്ലിക കണ്ടപ്പോൾ നല്ല രസം തോന്നി. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തത്. നന്നായിട്ട് മല്ലിക ഉണ്ടായി നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. പിന്നെ ഇനി കണ്ട കാഴ്ചകൾ തന്നെയാണ് കൂടുതലും കാണാനുള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഞങ്ങൾ ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്ത ഫുഡിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണിപ്പോൾ. സൺഡേ ആയതുകൊണ്ട് ഈ ഹോട്ടൽ മാത്രം തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ബിരിയാണി നെയ്ച്ചോറും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാക്ക് സാധാ ഊണ് കിട്ടാത്തതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് ഇക്ക. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മറൈൻ ഡ്രൈവിലോട്ടാണ് കേട്ടോ. അപ്പോൾ മറൈൻ ഡ്രൈവിൽ പോകുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു. മൂന്നാറിൽ പോകാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്ന് മറൈൻ ഡ്രൈവിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് ഒന്ന് കേട്ടുകേൾവിന്നുള്ളോട്ടത്തെ വരെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇനിയിപ്പോൾ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി വരണം. ഞാൻ കരുതിയത് ബോട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് അവിടെ കാണാനുണ്ടാവുന്നതായിരുന്നു. പക്ഷേ ജസ്റ്റ് ബോട്ടിൽ നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരെ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിഷ്വൽസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് നമുക്ക് പോകാനുള്ള ബോട്ടിലല്ല. ആദ്യം ഈ ബോട്ടിൽ ഇത് കുറച്ച് വലിയ ബോട്ടാണ് കേട്ടോ. നമുക്കിതിൽ കയറി ഇരുന്ന് വിശ്രമിക്കാം. നമുക്ക് പോകാനുള്ള ബോട്ട് എത്തിയിട്ടില്ല. അത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് കയറുന്നത് വരെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ആ സമയം കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ബോട്ട് നിർത്തിയിട്ടിട്ടുള്ള അവിടെ വെള്ളമൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലാണ് കേട്ടുള്ളത്. നല്ല വൃത്തികെട്ട നാറ്റവും ഉണ്ട് വെള്ളത്തിന്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോട്ടിൻ്റെ ഉൾവശമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഒത്തിരി സീറ്റുകളുണ്ട്. പിന്നെ അതുപോലെ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ബോട്ട് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോയതാണ്. അത് തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് പോകാൻ. അതുവരെ നമ്മൾ ഈ ബോട്ടിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കണം. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ടിലേക്ക് ഞങ്ങൾ മാറി കയറിയിട്ടുണ്ട്. അപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കയറുന്ന സമയത്ത് റിസ്ക് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ
അതൊന്ന് ഷൂട്ട് ചെയ്യാതിരുന്നത്. ഇപ്പോൾ തന്നെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കയറുന്ന സമയം വരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ മഴയും തുടങ്ങിയിട്ടുണ്ടാവും. അവർ നമുക്ക് ബോൾഗാട്ടി പാലസ് അതുപോലെ പലതും കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അതിങ്ങനെ ചൂണ്ടിക്കാണിക്കാമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതാണ് ബോൾഗാട്ടി പാലസ്. ഇത് തിരിച്ചു വരുന്ന സമയത്ത് ശരിക്കും കാണിക്കാം. നമ്മളിപ്പോൾ മുമ്പിൽ കാണുന്നതാണ് ലുലു കൺവെൻഷൻ സെൻറ്റർ, അതുപോലെ ഗ്രാൻഡ് ഹയാത്ത് ഒരു സ്റ്റാർ ഹോട്ടലാണ്. അതുപോലെ തന്നെ നമ്മൾ ദൂരെയായിട്ട് കാണുന്ന പാലം കൊച്ചിയിലെ ഗോശ്രീ ബ്രിഡ്ജാണ്. ഇവിടെ ഒരു കണ്ടെയ്നർ ഷിപ്പ് വന്ന് കിടപ്പുണ്ട്. അതിലോട്ടുള്ള കണ്ടെയ്നേഴ്സാണ് ഇപ്പോൾ ലോറി വഴി കൊണ്ടുവരുന്നത്. അതിങ്ങനെ ഒരു ട്രെയിൻ വഴി ഷിപ്പിലോട്ട് വെക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഷിപ്പ് ഇത്ര അടുത്ത് കാണുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് കൊച്ചിൻ സീപോർട്ട് എൻട്രൻസ്. കൊച്ചിൻ പോർട്ടിലേക്ക് കപ്പലുകൾക്ക് വരാനും പോകാനുമുള്ള ഒരേ ഒരു എൻട്രൻസ് ഇത് മാത്രമാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഫോർട്ട് കൊച്ചിയും മറ്റൊരു സൈഡിൽ വൈപ്പിനുമാണ് നമ്മൾ കാണുന്നത്. ഇതുവരെയാണ് ബോട്ട് വന്നത്. ഇനി ബോട്ട് തിരിച്ചു പോവുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ബോൾഗാട്ടി കൊട്ടാരം മറ്റും നമുക്ക് പോകുന്ന വഴിയിൽ കാണാം.
നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോശ്രീ പാലം, അതുപോലെ തന്നെ ലുലു കൺവെൻഷൻ സെൻറ്റർ, ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലൊക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ തിരിച്ചു വരികയാണ്. പിന്നെ അവിടെ ആയിട്ട് ഓരോ ഹൗസ് ബോട്ടുകളും സാധാ ബോട്ടുകളൊക്കെ തന്നെ ഉള്ളൂ. കൊറോണേൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ അധികം യാത്രക്കാരൊന്നുമില്ല, സഞ്ചാരികളൊക്കെ കുറവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ബോൾഗാട്ടി കൊട്ടാരം. ബോൾഗാട്ടി പാലസ് നമ്മൾ ഫിലിമിൻ്റെയൊക്കെ ഒരുപാട് ലൊക്കേഷൻ ആയിട്ടുണ്ട്. വെള്ളി നക്ഷത്രം, അതുപോലെ മൈബൂസ് സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു ബോൾഗാട്ടി പാലസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കയറിയോടെ തന്നെ പോയി ഇറങ്ങും. നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാനാണ് പ്ലാന്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം സന്ധ്യ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് എത്താൻ എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ ഫുഡും കഴിക്കണം. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഞങ്ങൾ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ മാത്രം ഒന്നും എവിടെയും പോയില്ല. അപ്പോഴേക്കും നേരെ ഒരുപാടായത് കാരണം ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് കൂടെ ആയിരുന്നു. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബൈ.